പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൂട്ടായ്മയിൽ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ സർവാധിപത്യ ശക്തി അങ്ങ് പ്രകടമാക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കണം. വലിയ അഭിഷേകത്തിന്റെ സ്വർഗത്തിന്റെ സഹായത്തില് ഞങ്ങളുടെ മക്കൾ പഠിക്കണം, പരീക്ഷ എഴുതണം. അവർക്ക് അർഹതപ്പെട്ട ജയം അങ്ങ് നൽകി അനുഗ്രഹിക്കണം. എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെടുത്തുന്ന ഞങ്ങളുടെ മക്കളുടെ തടസ്സങ്ങള്, ഭയം, ഉത്കണ്ഠ, നിരാശ, രോഗങ്ങള്, ചില മറന്നുപോകുന്ന അവസ്ഥകള്, പഠിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില മൊബൈൽ അടിമത്തങ്ങള്, ചില ദുശീലങ്ങള്, ചില തെറ്റായ സ്നേഹബന്ധങ്ങള്, കൂട്ടുകെട്ടുകള്, ഇതെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കള് പഠിക്കട്ടെ, പരീക്ഷ എഴുതട്ടെ, ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ. അതിനാവശ്യമായ എല്ലാ കൃപകൾ നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ആദ്യം രണ്ടാമത്തെ കാര്യം എടുക്കാം. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ചിലപ്പോഴും പറയാറുണ്ട്, മോശ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കരമുയർത്തി പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. മോശയുടെ കരം താഴുമ്പോൾ അവർ തോറ്റുകൊണ്ടിരിക്കുക. എന്നാൽ ഉയർത്തപ്പെട്ട് നിന്നപ്പോ ആ ജനം ജയിച്ചു, കരകയറി. ഇതുപോലെ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടവകയില് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ധ്യാനത്തിന്റെ അവസാന ദിവസം വികാരിയച്ഛൻ ജനങ്ങളോട് പറയണം, നമ്മുടെ മക്കള് പരീക്ഷ എഴുതുമ്പോ മക്കൾക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇടവക ദേവാലയത്തില് ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും സാധിക്കുന്നവരൊക്കെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പരീക്ഷ 9:30 മുതലാണെങ്കിൽ 10 മണി മുതലാണെങ്കിൽ ആ സമയത്ത് അൽത്താരയില് ദേവാലയത്തില് ഈശോയെ, ദിവ്യകാന ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അവർക്ക് ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും വന്ന് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ മാത്രമല്ല, ഇടവകയിലെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും, പറ്റുന്നവരൊക്കെ വന്ന് ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ യുദ്ധം ചെയ്യുമ്പോ, നമ്മുടെ മാതാപിതാക്കള്, പ്രിയപ്പെട്ടവര് മക്കൾ പരീക്ഷ എഴുതുമ്പോ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ ആ സമയത്ത് ഇതുപോലെ പ്രാർത്ഥിക്കണം. ഇത് പലരും ചെയ്യുന്ന കാര്യമാണ്. ചില മാതാപിതാക്കളെ പരീക്ഷ സമയം നോക്കിയിട്ട് രൂപത്തിന് മുമ്പില് തിരികത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവര് എനിക്കറിയാം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ശക്തമായ പ്രാർത്ഥനയാണ് ദേവാലയത്തിലെ ദിവ്യകാരുണ്യ സന്നിധിയില്. ഞാൻ കുറെ പേരോട് പറഞ്ഞു, ഇവിടെ നിത്യാരാധനയുണ്ട്. ആ സമയം 10-12 ആണെങ്കിൽ ആ സമയത്ത് വന്ന് ദിവ്യകാരുണ്യനാഥന് മുമ്പിലിരുന്ന് സാധിക്കുന്ന മക്കൾ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മളിലൂടെ സ്വർഗത്തിന്റെ ശക്തി നമ്മുടെ മക്കളുടെ മേൽ പ്രകടമാകും. ഇതുപോലെ യുദ്ധം ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നമുക്കറിയാം, SSLC പരീക്ഷ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. +2 പരീക്ഷ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഒത്തിരിയേറെ പരീക്ഷ എഴുതുന്ന മക്കൾ പല ക്ലാസ്സുകളിലൊക്കെ മക്കൾക്ക് പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ
അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ആദ്യമായി അച്ഛൻ പറഞ്ഞത്, മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കള്, ക്രൈസ്തവ മക്കള് പരീക്ഷ എഴുതുമ്പോ അവരെപ്പോഴും മനസ്സിലാക്കണം. ദാവീദ് പറഞ്ഞ പോലെ 1 സാമുവേൽ 17:47 ദാവീദ് ഗോലിയാത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ജയിക്കും, കാരണം ഇത് കർത്താവിന്റെ യുദ്ധമാണ്. എന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും നമ്മെ നിയന്ത്രിക്കുവാനും നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമുണ്ട്. പൗലോസ്ലീഹ ഗലാത്യർ 2:20 പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതൊരു വലിയൊരു ആത്മീയതയാണ്. നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു. പുറപ്പാട് 14:14 ദൈവ ജനത്തോട് ദൈവം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇത് നമ്മുടെ മക്കളെ ഈ പരീക്ഷാ സമയത്ത് മാത്രമൊന്നല്ല കേട്ടോ പഠിപ്പിക്കണ്ടേ, ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, വിശുദ്ധ കുർബാന സ്വീകരിച്ച മോനല്ലേ നീ, മോളല്ലേ നീ, നിന്റെ കൂടെ ഈശോ ഉണ്ട്. യോഹന്നാൻ 6:56 എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. ഈ സത്യം പറഞ്ഞു കൊടുത്ത് അത് അനുഭവവേദ്യമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം മക്കളോട്. ഈശോയോട് പറ, ഈശോയെ, എന്നിൽ വസിക്കുന്ന ഈശോയെ, അങ്ങ് എന്നിലിരുന്ന് പ്രവർത്തിക്കണം. അത് പരീക്ഷ മാത്രമല്ല, സ്വഭാവം, സംസാരം, നോട്ടം, ഇടപെടല്, തോന്നലുകള്, ഈശോയെ അങ്ങ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമുക്ക് കൂദാശകൾ നൽകിയിരിക്കുന്നത്. കൂദാശകളിലൂടെ അതിസ്വാഭാവികമായ കൃപകള് ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ട മക്കൾ പരീക്ഷ എഴുതുന്ന പോലെ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാൻ പാടില്ല. നമുക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് ലഭിക്കും. അതിസ്വാഭാവികമായ കൃപകള്, സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സ് കർത്താവ് തരുന്നുണ്ട്. അത് വാങ്ങിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവാലയത്തിന്റെ പരിശുദ്ധിയോടെ സഹായം ചോദിച്ചു വാങ്ങിച്ച് ദൈവകൃപയിൽ, ദൈവൈക്യത്തില് നമ്മുടെ മക്കള് പരീക്ഷ എഴുതും. ഇത് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഈ 2026 ആരംഭിച്ചപ്പോ നമ്മുടെ ഈ വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയത നമ്മൾ പറഞ്ഞു, കൃപാജീവിതം, ദൈവ ഐക്യ ജീവിതം. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തില് വൈദികരും സന്യസ്തരും മാതാപിതാക്കളും യുവമക്കളും കുഞ്ഞുമക്കളും ഈ അടിസ്ഥാനത്തില് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തിയെടുത്താൽ, പരീക്ഷ എഴുതിയാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ജോലി ചെയ്യാൻ പോയാലും വചനം പങ്കുവച്ചാലും എന്ത് ചെയ്താലും കൃപാജീവിതം, ദൈവൈക്യ ജീവിതം, ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്, ഞാനല്ല കൃപയാണ് അധ്വാനിച്ചത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പൗലോസ്ലീഹായുടെ വാക്യങ്ങളും ഓർമ്മപ്പെടുത്തലുകളൊക്കെ നമ്മളും ഓർക്കുക. ദൈവം നമ്മെ നയിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രണ്ടടിസ്ഥാനത്തില്, ഒന്ന്, മക്കൾ മനസ്സിലാക്കണം, ഞങ്ങൾ നിസ്സാരക്കാരല്ല, ദൈവം കൂടെയുള്ള മക്കളാ, പിന്നെന്തിനു പേടിക്കണം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദാവീദ് പറഞ്ഞില്ലേ, കർത്താവിന്റെ ഇടയനാ, എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല. ഈ ഉറപ്പ് ഇതൊരു സംഭവം എന്നല്ല, ഇതൊരു സത്യമാണ്, അനുഭവിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഇടുമിണ് പറയാ, നമ്മുടെ മക്കള്, നമ്മുടെ ക്രൈസ്തവ മക്കൾ ഇത് അറിഞ്ഞ് ജീവിക്കണം. ഈശോബന്ധത്തില്, കൃപാജീവിതത്തില്, ദൈവൈക്യം. ഇപ്പോ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്ന കാര്യം, കർത്താവിനാൽ നിറയപ്പെട്ട് കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കാനുള്ള ഭാഗ്യം നമ്മള് വർക്കൗട്ട് ചെയ്യണം. ആ ബന്ധത്തില്, ആ ഒരു സ്നേഹത്തില്, ആ ഒരു സാന്നിധ്യത്തില് പരിശുദ്ധാമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി വചനമാംസം ധരിച്ച് ജീവിക്കുന്ന ജീവിതം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഈ പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ മക്കള് എന്നും എപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിനാൽ നയിക്കപ്പെട്ട അഭിഷേകം പ്രാപിക്കണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവേ, ഈ ഒരു അഭിഷേകത്തിന്റെ നിറവ് അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇട കൊടുക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ കരബലം, അങ്ങയുടെ കൃപാജീവത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമാകത്തക്ക വിധത്തില് അങ്ങ് പ്രവർത്തിക്കണം. നമ്മൾ അതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് പരീക്ഷ എഴുതി ഈ അനുഭവത്തിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന, ഓർത്തേക്ക്, ദൈവത്താൽ നയിക്കപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മള്. എനിക്കത് എങ്ങനെ മനസ്സിലാവുന്ന, എനിക്ക് മനസ്സിലാവണമെന്നില്ല, എനിക്കറിയില്ല മക്കൾ, പക്ഷെ അറിയണം. ഇപ്പൊ നമ്മുടെ ഈ ധ്യാനമൊക്കെ അതിലേക്ക് നയിക്കുന്ന കൃപാജീവിതം, ദൈവൈക്യ ജീവിതം,
ഇന്ന് ഇവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഇന്ന് ധ്യാനം കൂടാൻ തോന്നുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ട് പോരെ കേട്ടോ. കറൂറ്റി കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് പോരെ. വൈകിട്ട് ബുക്കൊന്നും ചെയ്യണ്ട, സീറ്റൊക്കെ ഉണ്ട്, നിങ്ങൾ പോരെ. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ധ്യാനം അവസാനിക്കും. ഇനി അടുത്ത ധ്യാനം 2022 ഈ മാസം തന്നെ. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ഒരു വലിയൊരു ജീവിതത്തിലേക്ക് വിളിക്കുന്ന ചില വർക്കൗട്ടുകൾ ചെയ്ത് ആ സത്യത്തിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ ജീവിതം തന്നെ മാറുന്ന 1000 വട്ടം അച്ഛൻ ഉറപ്പാണ്. അതാണ് നമ്മുടെ ധ്യാനത്തിന്റെ പേര്, ശക്തീകരണ ധ്യാനം, വിടുതൽ ധ്യാനം. നമ്മുടെ ജീവിതങ്ങൾ എംപവർമെന്റ് ശക്തീകരിക്കപ്പെടണം. 2, പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവ് നമ്മെ നയിക്കാൻ പാടില്ല. മറ്റാത്മാക്കളുണ്ടെങ്കിൽ ഇത് വന്ന വഴികള്, കാര്യങ്ങള്, പാരമ്പര്യം, തലമുറ, കഴിഞ്ഞ കാലം, പാപത്തിന്റെ മേഖലകള് ഇതെല്ലാം കണ്ട് കർത്താവിന്റെ കുരിശിന്റെ ബലിയിലൂടെ കർത്താവ് നേടിത്തന്ന രക്ഷ, വീണ്ടെടുപ്പ്, ആ ശക്തി ഇതെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് എല്ലാ ആത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വലിയ ജീവിതമാണ് ഈ ധ്യാനം. അല്ലാതെ മറ്റു പ്രോമിസുകളൊന്നുമില്ല. ഇന്ന് എല്ലായിടത്തും ആളുകള് ഭൗതികതയ്ക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്ന് കിട്ടി, ചിലത് കിട്ടിയില്ല, നിരാശ, സങ്കടം, അത് കഴിഞ്ഞപ്പോ ദൈവത്തെ വിട്ടു. നമ്മളതല്ല. ദൈവൈക്യ ജീവിതം, കൃപാ ജീവിതം. എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. അവരടിസ്ഥാനത്തിന്റെ ജീവിതമുണ്ട്, അതിലേക്ക് നയിക്കുന്ന ധ്യാനമാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ പറഞ്ഞു വിടുക, നിങ്ങളും വന്ന് ധ്യാനമൊക്കെ കൂടുക. അനുഭവത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന്, ശക്തിയിൽ നിന്ന് ദൈവത്തിന്റെ മക്കളുടെ കരുത്തോടെ മുന്നോട്ട് പോകാൻ, ഇവിടെ തോൽപ്പിക്കാൻ ലോകത്തിനോ ജഡത്തിനോ പരീക്ഷയ്ക്കോ ഒരു ബിസിനസ്സിനോ ഒരു ജോലി ഒന്നിനും പറ്റില്ല. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ജീവിതം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. ഇത് വർക്കൗട്ട് ചെയ്ത് ജീവിക്കാനുള്ള വലിയ പരിശ്രമമാണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയത, കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളാണ്. നമ്മുടെ യുവമക്കളെ കുരുക്കണം. യൂത്ത് ബാൻഡിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മളത് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പറഞ്ഞു വിടണം. പണ്ടൊക്കെ ജീസസ് യൂത്തിന്റെ ഒരു മേഖലയില് ഫുൾ ടൈമേഴ്സ് ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ 1 വർഷം ബ്രേക്ക് എടുക്കും. എന്നിട്ട് കർത്താവിന് വേണ്ടി ഫുൾ ടൈമർ, കർത്താവിന് വേണ്ടി സമയം കൊടുക്കണം. നിങ്ങളുടെ മക്കളെ അതിനൊക്കെ പറഞ്ഞു വിട്. SLC കഴിയാണ്, +2 കഴിയാണ്. ചില മക്കളൊക്കെ വൈദിക ജീവിതത്തിലേക്കൊക്കെ പറഞ്ഞു വിട്. നല്ല അച്ഛന്മാരൊക്കെ വേണ്ടേ ഇതുപോലെ വചനം പറയാനും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനൊക്കെ നല്ല അച്ഛന്മാര് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ല ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ വൈദികരാകാനുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു വിടുക. നമ്മൾ അതിന് വേണ്ട പ്രൊമോഷൻസും അതിന് വേണ്ട കാര്യങ്ങളും ചില അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ വൈദികരായി തീരാൻ തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് വേണ്ടി സമയം കണ്ടത്. ഇനി അച്ഛന്മാരാവാൻ പോയില്ലേലും ആത്മീയ ശുശ്രൂഷകൾക്ക് നിങ്ങളുടെ മക്കളെ പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും വിടണം. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ കാർമൽ യൂത്ത് ബാൻഡിനും ശുശ്രൂഷകൾക്കും വേണ്ടി നമ്മുടെ മക്കൾ വചനം പങ്കുവെക്കുന്നു, നമ്മുടെ മക്കൾ പാടുന്നു, നമ്മുടെ മക്കൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, നമ്മുടെ മക്കൾ കർത്താവിന് വേണ്ടി സ്റ്റേജ് പ്രോഗ്രാം യൂത്ത് ബാൻഡ് ചെയ്യുന്നു. അതിലേക്കൊക്കെ നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുക. മക്കളെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് എല്ലാത്തിനും ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ അങ്ങ് തിരുമനസ്സായി ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈശോ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്വന്തമാക്കി അങ്ങ് നൽകുന്ന കൃപകൾ സ്വീകരിച്ച് അങ്ങയാൽ നയിക്കപ്പെടുന്ന വലിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ സഹായം ഞങ്ങൾ എപ്പോഴും അനുഭവിച്ച് ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് കൂടെ വരുമ്പോ അങ്ങയെ സ്വന്തമാക്കി അങ്ങയിൽ ജീവിക്കാൻ, അങ്ങയാൽ നയിക്കപ്പെടാനുള്ള വലിയൊരു ദാഹവും ആഗ്രഹവും സമർപ്പണവും ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സങ്കീർത്തനം 18-ാം അധ്യായത്തിന്റെ 29-ാം വചനം പറയുന്നുണ്ടല്ലോ, അവിടുത്തെ സഹായത്താൽ
ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. കർത്താവേ, അങ്ങയുടെ സഹായത്താൽ ഏത് സൈന്യനിരയെ ഭേദിക്കാനും ഞങ്ങൾക്ക് പറ്റും. ഏത് കോട്ടകൾ ചാടിക്കടക്കാനും പറ്റും. ഞങ്ങൾ വിശ്വസിക്കുന്നു. നെഹെമ്യാ 2:20 പറഞ്ഞ പോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കും. 2 മക്കബായർ 8-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ സഹായ ദൈവത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ആ യഹൂദ സൈന്യം ശത്രുവിന്റെ മേൽ വിജയം നേടി. കർത്താവേ, അങ്ങയുടെ മക്കളെ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധനായ കർത്താവാണ്. അവിടുന്ന് മോശകരം വിരിച്ച് പ്രാർത്ഥിച്ചപ്പോ അങ്ങ് സഹായം അയച്ച് ഇസ്രായേൽ ജനത്തിന് വിജയം നൽകി. ഞങ്ങളിതാ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ സന്നിധിയില് യേശുവെ പരീക്ഷ എഴുതുന്ന ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. SSLC പരീക്ഷ, +2 പരീക്ഷ, മറ്റെല്ലാ ക്ലാസ്സുകളിലെ പരീക്ഷകള്, മറ്റെല്ലാ പരീക്ഷകളും എഴുതുന്ന ജർമ്മൻ, B2, B1, OET, മറ്റ് പല പല പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കള്, കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടല്, അങ്ങ് സാന്നിധ്യം നൽകി അങ്ങ് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? കർത്താവ് ഏറ്റെടുക്കണം. ഞങ്ങളുടെ മക്കൾ വിജയത്തിലേക്ക് നയിക്കണം. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളെ കരുത്തുള്ള മക്കളാക്കി മുന്നോട്ട് പോകാൻ ഇടയാക്കണം. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ പേടിക്കത്തില്ല, കർത്താവിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ ദാവീദിന്റെ അഭിഷേക ശക്തി, ആ ധൈര്യം അങ്ങയുടെ സാന്നിധ്യത്തില് ഞങ്ങളുടെ മക്കളും അനുഭവിക്കാൻ ഇടയാകട്ടെ. കർത്താവ്, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവം അനുഭവിക്കത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ, അങ്ങയുടെ കരബലം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. അങ്ങത് പ്രകടമാക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾ എല്ലാ പരീക്ഷകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടെന്ന് പറയുന്ന വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട പല പല തടസ്സങ്ങള് ഈ ദിവസങ്ങൾ ഒത്തിരിയേറെ പേര് പറഞ്ഞു. കൊച്ചിന് പഠിക്കാൻ പറ്റുന്നില്ല, മൊബൈലിന്റെ അടിമത്തം രക്ഷപ്പെടാൻ പറ്റാത്ത വിധം മുറുകെ പിടിച്ചിരിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, പഠിക്കാൻ താല്പര്യമില്ല, ഉറക്കം, ഭയങ്കരമായ മടി. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ എല്ലാ മേഖലകളും കർത്താവേ ഏറ്റെടുക്കണമേ. ഭയം, ഉത്കണ്ഠ, ആകുലത എല്ലാം എടുത്തു മാറ്റണമേ. അങ്ങയുടെ മക്കൾ സ്വർഗത്തിന്റെ സഹായത്താൽ അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട്, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ കൃപയ്ക്കുമേൽ കൃപയാൽ നിറയപ്പെട്ട് എല്ലാം ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ ഞങ്ങളുടെ മക്കളും അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ, അങ്ങയിൽ നിന്ന് വളരട്ടെ. അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവൈക്യത്തിലും കൃപാജീവിതത്തിലും ഞങ്ങളുടെ മക്കൾ കരുത്തുള്ളവരായി മാറട്ടെ. എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ വരങ്ങളും ചിന്തിക്കൊണ്ട് അങ്ങയോട് ചേർത്ത് പിടിച്ച് അതിസ്വാഭാവികമായി കൃപകൾ നിറച്ച് കൃപാ ജീവിതത്തിന്റെ അടിസ്ഥാന ദൈവൈക്യ ജീവിതത്തില് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ പരീക്ഷാ സമയത്ത്, ഈ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി അഭിഷേകത്തിനു വേണ്ടി മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ അച്ഛൻ പറഞ്ഞ പോലെ പരീക്ഷയുടെ സമയം നോക്കി സാധിക്കുന്ന മക്കള് ദേവാലയങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഈ പരിസരത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ, ഇവിടെയെങ്കിലും കറുറ്റി കാർമൽ ധ്യാന കേന്ദ്രത്തില്
നിത്യാരാധനയുണ്ട്. നിങ്ങൾക്ക് വന്ന ആ സമയത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ അവരെ ശക്തരാക്കണം, സജ്ജരാക്കണം. ഇന്നിവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. ധ്യാനത്തിലേക്ക് വരാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ വൈകിട്ട് 4:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. 4 മണിക്ക് തുടങ്ങും. സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കുക. അടുത്ത ധ്യാനം 20-22 ഇപ്പൊ തന്നെ മനസ്സിലിടുക. ധ്യാനത്തിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ ടോക്കി പറഞ്ഞു. നിങ്ങൾ ആ അടിസ്ഥാനമൊക്കെ മനസ്സിലാക്കുക. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.